ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഫിയാണ്. റവയും പാലും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ഫ്രണ്ട്സിനും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും ഹാപ്പി ദിവാലി. ആദ്യം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 3-4 മിനിറ്റിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നിടം വരെ വറുത്തെടുക്കാം. റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.25 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്ന് ലൂസായിട്ട് വരും. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു നുള്ള് ലെമൺ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പൗഡർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റവയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബദാം തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. സെറ്റായി കഴിഞ്ഞ് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ എന്തായാലും 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലിത് വെക്കുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ബർഫി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ബർഫി ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കളറും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.